ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞ 2 സിനിമകളുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് മൂന്നാമത്തെ ചൊവ്വാഴ്ച എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 26 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 40 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ 44 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷനും 84 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. തലവൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളിലെ വിജയിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആസിഫ് അലി ബിജു മേനോൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തലവൻ. ഇപ്പോഴും സിനിമ മികച്ച ഹോൾഡോടെ മികച്ച കളക്ഷനോടെ ദിനം പ്രതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 21 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 17 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 30 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ 9 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 16 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ മുൻ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലെ വിഷയം സിനിമയുടെ തമിഴ്നാട് കളക്ഷനാണ്. ചിത്രത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആകെ 4 കോടി 50 ലക്ഷത്തിലേറെയാണ് ഇതുവരെ ഗ്രോസ് കളക്ഷൻ വന്നതെങ്കിൽ അതിൽ കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ്. 2 കോടി 6 ലക്ഷത്തിലേക്ക് സിനിമയുടെ ഇതുവരെയുള്ള തമിഴ്നാട് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. സമീപകാലത്തെ മലയാളം സിനിമകൾക്ക് കേരളം കഴിഞ്ഞാൽ തമിഴ്നാടും കർണാടകം എല്ലാം തന്നെ മികച്ച കളക്ഷൻ വരുന്ന ഏരിയകളാണ്. എന്നാൽ ടർബോ എന്ന സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാജ്ബി ഷെട്ടി കൂടി സിനിമയിൽ ഭാഗമായിട്ടും രാജ്ബി ഷെട്ടി അവിടെ വിതരണത്തിനായിട്ട് കർണാടകത്തിൽ സിനിമ കൊണ്ടുവന്നിട്ടും പ്രതീക്ഷിച്ചൊരു വമ്പൻ കളക്ഷനിലേക്ക് സിനിമയ്ക്ക് കർണാടകത്തിൽ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ മികച്ചൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് കർണാടകത്തിൽ തിളങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. എന്തായാലും ടർബോയുടെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും കാത്തിരിക്കൂ.